നമസ്കാരം, വെൽക്കം ടു ഡ്രാഗൺ ഫ്ലൈ ഫുഡ് ആൻഡ് വ്ളോഗ്. ഇത് ഞങ്ങൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടൊരു വ്ളോഗാണ് ചെയ്യുന്നത്, ഒരു സൺഡേ വ്ളോഗ്. അപ്പോൾ സൺഡേ വ്ളോഗ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഫാമിലി വ്ളോഗായിട്ട് ചെയ്യുകയാണ്. കാരണം എൻ്റെ മോളൊക്കെ ഇന്ന് ഇവിടെ അവധിയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ച് എല്ലാവരും ഒക്കെ ഒന്ന് ആയിട്ട് പിന്നെ അതുപോലെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ മീൻകറി എന്ന് പറഞ്ഞാൽ ഉണക്ക മീൻകറി, അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ഒരു വ്ളോഗ്. അപ്പോൾ ഇന്ന് രാവിലെയൊക്കെ ആയി, എല്ലാവരും എഴുന്നേറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒക്കെ എഴുന്നേറ്റേ ഉള്ളൂ. ഇതെല്ലാം ഇങ്ങനെ കണ്ടല്ലേ, കുറച്ച് വർക്ക് കൂടെ ഉണ്ട് കിച്ചുവിന്, വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, അങ്ങനെ അങ്ങ് പോകും. അപ്പോൾ പിന്നെ എല്ലാം ഒന്ന് വൃത്തിയാക്കണം. ഷീറ്റൊക്കെ കുടഞ്ഞൊക്കെ വിരിച്ചു. അപ്പോൾ ഈ ഒരു കട്ടിലൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇത് ഞങ്ങൾക്ക് നേരത്തെ അവിടെ താമസിച്ചിരുന്ന അവിടെ ഞങ്ങൾക്ക് തന്നതാണ് ഈ കട്ടിൽ. വളരെ വളരെ നല്ലൊരു ഭംഗിയുള്ള സാധനമാണ്. പക്ഷെ അപ്പോൾ എന്നും പുള്ളിയെ നമ്മളിങ്ങനെ ഓർക്കും ഇങ്ങനെ ഒരു തന്നപ്പോൾ നല്ല സന്തോഷമായിട്ട്. പിന്നെ ഒരു ചെറിയ മണി പ്ലാന്റ്, എനിക്ക് കുറച്ച് മണി പ്ലാന്റ്സ് ഞാനിങ്ങനെ എല്ലായിടത്തും വെക്കാറുണ്ട്. പിന്നെ ഇത് നമ്മളിവിടെ ഉള്ളൊരു ചെടിയൊക്കെ നല്ല ഭംഗിയായി പൂവിൻ്റെ ഒരു നല്ല ഭംഗിയുള്ള പൂവാണ്. അപ്പോൾ രാവിലെ ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പഴഞ്ചോറാണ്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ പ്രത്യേകിച്ച് അതൊക്കെ കഴിച്ചിട്ട് ഉച്ചയ്ക്കുള്ള രസം വെക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ഉണക്കമീൻ കറി. എൻ്റെ ഉണക്കമീൻ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാവർക്കും ഭയങ്കര വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം ഞാൻ അതുകൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാം നമുക്ക്. കുറച്ച് പച്ചക്കറിയൊക്കെ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാം. നാരങ്ങയുണ്ട്, കുറച്ച് ഇഞ്ചിയുണ്ട്, കാബേജ്, അതുപോലെ കുറച്ച് ചേമ്പ്, കുറച്ച് ബീൻസ്, ഇത്രയൊക്കെ മതിയല്ലോ നമുക്ക്. പിന്നെ ഒരു ക്യാപ്സിക്കം ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് രാവിലെ ഇങ്ങനെ പോവാം. ഇനി വന്നിട്ട് കുറച്ച് ക്ലീനിങ് ഉണ്ട് പുറകുവശത്ത്, അവിടെ എല്ലാം വൃത്തിയാക്കണം. അതിനി വൈകുന്നേരത്തേക്കൊക്കെ ഉള്ളൂ. ഇപ്പോൾ ഇനിയും രാവിലത്തെ എല്ലാം കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഉച്ചയ്ക്കുള്ള കറി വയ്ക്കാൻ തുടങ്ങാം. അതിന് കുറച്ച് വർക്കൂടൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇവിടെ നിന്ന് വർക്ക് ചെയ്തോട്ടെ. അപ്പം ഞാൻ ഉണക്കമീൻ്റെ ഒരു സ്പെഷ്യൽ കറി കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഉണക്കമീൻ കറി അതിനുള്ള സാധനമൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, കാണിക്കാം. ഉള്ളി, ചേമ്പ് വാങ്ങിച്ചായിരുന്നു പറഞ്ഞില്ലേ, ചേമ്പുണ്ട്. പിന്നെ വെളുത്തുള്ളി വേണം, ഇച്ചിരി ഇഞ്ചി, കുറച്ച് പച്ചമുളക്. ഇത്രയാണ് നമ്മുടെ സ്പെഷ്യൽ ഉണക്കമീൻ കറിക്ക് വേണ്ടത്. അപ്പോൾ തേങ്ങ അരച്ചാണ് വെക്കുന്നത്. അപ്പോൾ തേങ്ങയൊക്കെ അരച്ച് മീൻ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കറി വയ്ക്കാൻ തുടങ്ങാം. അപ്പോൾ ഈ സൺഡേ പഴഞ്ചോറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചൺ ഈ ദിവസം ഫ്രീ ആയിട്ടിരിക്കും. അപ്പോൾ പഴഞ്ചോറ് ഭയങ്കര സ്പെഷ്യലാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. ഇനി ഉച്ചക്കത്തേക്കുള്ള രസമുണ്ട്, അതുപോലെ തന്നെ ഉണക്കമീൻ കറി, ഒരു സ്പെഷ്യൽ കറികളാണ് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ ചേമ്പ് എടുത്ത് ഒന്ന് ചുരണ്ടി എടുത്ത് കഷ്ണമാക്കി എടുക്കാം. നമുക്ക് ചേമ്പോ അതുപോലെ തന്നെ നമ്മുടെ വാഴയ്ക്ക ഉണ്ടെങ്കിൽ അതിടാം, ചേമ്പിടാം. അതുപോലെ തന്നെ ഞങ്ങൾ വീട്ടിൽ വെച്ചാണെങ്കിൽ ചേമ്പിൻ്റെ തണ്ട് ഇടാറുണ്ട്. ചേമ്പൻ തണ്ട് വളരെ ടേസ്റ്റാണ് എൻ്റെ കൂട്ടത്തിലിട്ട് കറി വയ്ക്കാൻ. ഇവിടെ ഇത് കിട്ടാത്തതുകൊണ്ട് നമുക്ക് ചേമ്പ് കിട്ടിയോണ്ട് ചേമ്പായിട്ട് വാഴയ്ക്ക ഇടാം. അതൊക്കെ നല്ലതാണ് ഉണക്കമീൻ കറിക്ക് കൂട്ടത്തിലിടാനായിട്ട്. മാങ്ങ ഉണ്ടെങ്കിൽ, ഇതിപ്പോൾ മാങ്ങയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുളി ഇട്ടിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാൻ നീറ്റാക്കിക്കൊണ്ട് വരാം. കുറച്ച് ക്ലീനിങ് ഒക്കെ ഉള്ളതുകൊണ്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പിന്നെ ഇനി ക്ലീനിങ് പരിപാടികളൊക്കെ, കാരണം പുറമെല്ലാം കാട് പിടിച്ച് കിടക്കും. കുറച്ച് ദിവസം കൊണ്ട് ഓരോരുത്തരെയൊക്കെ വിളിച്ചു, ആരും വന്നില്ല. അപ്പം ഞങ്ങളൊന്ന് രണ്ട് ചെറിയൊരു തൂമ്പയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മൾ തന്നെ വൃത്തിയാക്കണം. ഞങ്ങളുടെ ഒരു പ്രത്യേകത, നമ്മൾ മലയാളിക്ക് എല്ലാം അത് തന്നെ മീൻ മസ്റ്റാണ്. പക്ഷെ നമ്മുടെ വീട്ടിൽ പ്രത്യേകിച്ചും രാവിലെ ഇങ്ങനെ എല്ലായിടത്തും പോലെ മീൻ ഇങ്ങനെ വിളിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ മീൻ കിട്ടാത്ത ദിവസങ്ങൾ ചുരുക്കമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മീനില്ലെങ്കിൽ നമുക്ക് ഉണക്ക മീനെങ്കിലും വേണം, ഇല്ലെങ്കിൽ ശരിയാക്കില്ല. അപ്പോൾ 2 ചേമ്പ് മതി. ഇനി ഇതൊന്ന് കഷ്ണമാക്കി അതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. ചേമ്പ് വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ ഞാനിതെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം വെച്ചു. പിന്നെ ഉണക്കമീനെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തു. അപ്പോൾ നമ്മൾ കറി വെക്കുന്ന കൂട്ടത്തിൽ ഇതിടണ്ട, മീൻ ഇട്ട് കഴിഞ്ഞാൽ അതങ്ങ് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ആദ്യം ഈ ചേമ്പിട്ട് വേവിച്ചെടുക്കാം. ചേമ്പ് അതുപോലെ ചേമ്പ് തടയൊക്കെ ആണെങ്കിൽ തണ്ടൊക്കെ ആണെങ്കിൽ അത്രയും കുഴപ്പമില്ല. അപ്പോൾ ഇനി നമുക്ക് കറി വയ്ക്കാൻ തുടങ്ങാം. നാടൻ കറികളൊക്കെ ആകുമ്പോൾ അത് വെളിച്ചെണ്ണയ്ക്കകത്ത് വെക്കുന്നതായിരിക്കും ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ നമ്മൾ ഈ ഉണക്കമീൻ കറിയൊക്കെ ഇതൊക്കെ നമ്മുടെ വലിയ അമ്മയുടെ എല്ലാവരും സ്പെഷ്യലാക്കുകയുള്ളൂ. ഇനിയിപ്പം ഇത് ഒഴിച്ചിട്ട് നമുക്കിതിനകത്തോട്ട് കുറച്ച് ഉലുവ ഇടാം. കടുക് വറുക്കുന്നതിന് പകരം ഞങ്ങൾ ഉലുവയാണ് മീനിനിടുന്നത്.
കടുക് ഇടും, ഉലുവ ഇടും, രണ്ടും ഇടും. അപ്പോൾ ഇതുപോലെ കുറച്ച് ഉലുവ, വെളുത്തുള്ളി ഉലുവ പൊടിയുണ്ട്, ഉലുവ തന്നെ ഇടണം. പിന്നെ കുറച്ച് കടുകിടാം. അതിനുശേഷം ഇതേപോലെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചുകൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. മറ്റത് ചെറുതായിട്ടൊന്ന് ഒരുപാടൊന്ന് മൂത്ത് കൊടുത്ത് ചെറുതായിട്ട് ഇതുപോലെ വഴറ്റി കൊടുക്കണം. തീ കുറച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഇച്ചിരി കറിവേപ്പില ഇടാം. കറിവേപ്പില ഇട്ട് ഇതിനകത്തോട്ട് നമുക്ക് മാങ്ങ ആയതുകൊണ്ട് മാങ്ങ ഇടാം. അപ്പം മാങ്ങ പച്ചമാങ്ങയുടെ പീസ് നല്ലത്, അതുകൊണ്ട് ഉറച്ച് വെച്ച് മാങ്ങ ആയതുകൊണ്ട് അപ്പോൾ തക്കാളി ഇടുക. തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു അധികം പുളി ഇല്ലാത്ത തക്കാളി വേണ്ട, ഒരു വലിയ തക്കാളി തന്നെ ഇട്ടേക്കാം. നമ്മൾ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിനകത്തോട്ട് ഇനി നമുക്ക് 2 പച്ചമുളകാണ് വേണ്ടത്. പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് പച്ചക്കറിയാണ്, ഉണക്കമീൻ പച്ചക്കറി എന്നാണ് നമ്മൾ പറയുന്നത്. ഉണക്കമീൻ ഇതുപോലെ തന്നെ നമ്മൾ വറുത്തരച്ചും വെക്കും, 2 തരത്തിലും വെക്കും. രണ്ടും നല്ല ഇതുപോലെ പച്ചമുളക് ഇതുപോലെ ഒന്ന് കീറിയിട്ട് കൊടുക്കാം. നമ്മുടെ അരിക്കനുസരിച്ചിട്ട് 2 മതി. ഇനി ഒന്നുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് നമ്മൾ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചേമ്പ് കഷ്ണങ്ങൾ ചേർക്കണം. ഇതിനകത്തോട്ട് ചേമ്പ് വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിക്കും. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇടാം. ഇനി ഇത് അടച്ച് വെച്ച് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തോട്ട് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അരപ്പ് നമുക്ക് ചാറൊക്കെ കൂടുതൽ വേണമെങ്കിൽ കുറച്ച് തേങ്ങയും കൂടെ എടുക്കാം. ഞാനിപ്പോൾ ഇത്ര എടുത്തിട്ടുള്ളൂ. തേങ്ങ എടുക്കണം. പിന്നെ ഇതുപോലെ ഒരു ചുവന്നുള്ളിയോ സവാളയുടെ കഷ്ണമോ എടുക്കാം. 2-3 വെളുത്തുള്ളി എടുക്കണം. ഇനി ഇതിലോട്ട് വേണ്ടത് ഇതാണ് മല്ലിപ്പൊടി അങ്ങനെ തന്നെ ഇടാൻ വേണമെങ്കിൽ. പിന്നെ ഞാൻ ചുമ്മാ അതങ്ങ് അരച്ചെന്നേ ഉള്ളൂ. നല്ല ഫൈൻ പൗഡറാണ്, നല്ല അരച്ചില്ലേലും കുഴപ്പമില്ല, അങ്ങനെ ഇട്ടാലും മതി. മല്ലിപ്പൊടി ഇട്ടു. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മുളക് പൊടിയാണ്. അതും ഇതേപോലെ ഡയറക്റ്റായിട്ട് നമുക്ക് വേണമെങ്കിലും ഇടാം. ഇപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അരച്ചത്. മുളക് പൊടി കുറച്ച് മതി, കാരണം നമ്മൾ പച്ചമുളക് ഇട്ടാണ് ഈ എരിക്ക് നമ്മൾ പച്ചമുളകാണ് ഇതിനകത്ത് ഇടുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ട് അരച്ചോണ്ട് വരാം. നല്ല വൃത്തിയായിട്ട് നല്ല മഷി പോലെ തന്നെ അരയ്ക്കണം. അപ്പോൾ ഞാനിത് അരച്ചോണ്ട് വരാം. അപ്പോൾ ചേമ്പ് ഇവിടെ പകുതി വെന്ത് വന്നിട്ടുണ്ട്. പകുതി വെന്തു. അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്തോട്ട് മീൻ കഷ്ണം കൂടെ ചേർക്കാം. ഈ പുളിയാണ് ഞാൻ ചേർക്കുന്നത്. നമ്മുടെ തോട്ടുപുളി എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താ പറയുക, കുടംപുളിയാണ് ചേർക്കുന്നത്. വാളംപുളി മറ്റേതാണ്, ഇത് കുടംപുളി ഇവിടെ ചേർത്തു. ഇനി നമുക്ക് ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല, കാരണം ഉപ്പ് കൂടുതലായി പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഉണക്ക് ഇതേപോലെ ഞാനിത് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഉപ്പ് അനുസരിച്ച് വേണം നമുക്ക് ഉപ്പ് ചേർക്കാൻ. അതുകൊണ്ട് മീനൂടെ ചേർത്ത് കൊടുക്കും. ഇത് ഉണങ്ങിയ സ്രാവിൻ്റെ കഷ്ണങ്ങൾ. ഏത് മീനും നമുക്ക് എടുക്കാം. അപ്പോൾ എനിക്കിത് കിട്ടിയതുകൊണ്ട് ഞാൻ ഉണക്കസ്രാവിൻ്റെ കറി വെച്ചിട്ടുണ്ട്. ഉണക്കസ്രാവ് കറി. ഇനി ഇത് ഇച്ചിരി വേഗണം. അതുകൊണ്ട് നമുക്കിതൊന്നുകൂടെ ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് അടച്ച് വെച്ചാൽ വേവിക്കാം. അപ്പോൾ ഇപ്പോഴേ അരപ്പ് ചേർക്കണ്ട, ഇച്ചിരി കൂടെ വന്നിട്ട് അരപ്പ് ചേർത്താൽ മതി. അപ്പോൾ ഇതിനകത്ത് ഉപ്പ് ഇറങ്ങിയിട്ട് അഡ്ജസ്റ്റ് ആകും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് ചേർത്താൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ ഉണക്കമീൻ കറിക്കൊക്കെ ഉപ്പ് കൂടിപ്പോകും. അപ്പോൾ ഇനി അടച്ച് വയ്ക്കാം. കറി വേകുന്ന സമയം കൊണ്ട് നമുക്ക് രസത്തിനുള്ളതൊക്കെ അരിഞ്ഞെടുക്കാം. രസം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് എൻ്റെ വല്യമ്മച്ചിയൊക്കെ വയ്ക്കുന്നത്, ഞങ്ങളുടെ വല്യമ്മച്ചി വയ്ക്കുന്ന ഒരു സ്പെഷ്യൽ രസമാണ്. കുരുമുളക് അതുപോലെ തന്നെ തക്കാളിയൊക്കെ ചേർത്തിട്ടുള്ള. ഞാൻ ഇതിനകത്ത് രസം പൊടി ഉപയോഗിക്കുന്നില്ല. രസപ്പൊടി ഉപയോഗിക്കാതെ നമ്മൾ സാധാരണ നമ്മുടെ കയ്യിലുള്ള പൊടികളൊക്കെ ചേർത്താണ് ഈ രസം ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നമ്മൾ ഈ മഴ സമയത്തൊക്കെ നമുക്ക് ഇതുപോലെ രസമൊക്കെ ചൂടി വന്നാൽ രസം മാത്രം ഒഴിച്ച് കഴിക്കാൻ അതിന് നല്ല രസമായിരിക്കും. അതുകൊണ്ട് അങ്ങനെ രസം വയ്ക്കാം. അപ്പോൾ ഇത് ഇതിനകത്തിനി തുറന്ന് നോക്കാം. മീൻ കഷ്ണം കുറച്ച് ആകുമ്പോഴത്തേക്ക് തക്കാളിയൊക്കെ എടുത്ത് അരിഞ്ഞേക്കും. രസത്തിന് നമ്മളിടുന്നത് നമ്മുടെ സാധാരണ പുളിയാണ്. തോട്ടുപുളിയല്ല, വാളംപുളി വലിയ നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ 2 മരം ഞങ്ങൾക്കുണ്ട്. ഇത്
ഇവിടെ നിന്ന് ഇത് കൊണ്ടുവന്നതാണ്, വീട്ടിൽ ഇരിക്കുന്നതാണ്. മറ്റേത് നമ്മളിപ്പോൾ വാങ്ങിച്ചത്. നല്ല വെറുതെ ഇരുന്ന് പുളി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു കൊച്ചുനാളി നമ്മളില്ലേ. ഉണക്കമീൻ കറിയിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ കുറച്ചൊക്കെ ഇട്ട് അരപ്പൊക്കെ ചേർക്കേണ്ട സമയമായി. കുറച്ചുകൂടി ഉപ്പ് വേണം. ഉപ്പ് പോരാ, കാരണം ഞാൻ ഒരുപാട് നേരം ഇട്ട് കഴുകി എടുക്കാം. അതുകൊണ്ട് കുറച്ചുകൂടെ ഉപ്പ് ചേർക്കണം. ഉണക്കമീനാകുമ്പോൾ കുറച്ച് കൂടുതൽ നേരം ഇട്ട് നമ്മൾ കഴുകി എടുക്കുന്നത്. അതുകൊണ്ട് ആ ഉപ്പൊക്കെ പോയി അതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ ഇനി ഇതിനകത്തോട്ടുള്ള അരപ്പ് ചേർക്കാം. അതേപോലെ ഞാനിനി വേറൊരു പാത്രത്തിലൊന്നും എടുക്കുന്നില്ല, മിക്സിയിൽ നിന്ന് ഒഴിക്കുക. ഡയറക്റ്റ് ഒഴിച്ചു. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതിനകത്ത് നിന്ന് കഴുകി അരപ്പെല്ലാം കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. ഇനിയിപ്പോൾ കയ്യിലെല്ലാം വേണം. ഇനി ഇതൊന്ന് തിളച്ച് കഴിയുമ്പോഴേ നമുക്ക് ഇതിനകത്ത് കറക്റ്റായിട്ട് ഉപ്പോ പുളിയോ എല്ലാം വേണമെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അതിനനുസരിച്ച് നമുക്ക് കുറച്ചുകൂടെ ഉപ്പും പുളിയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് തിളച്ചോട്ടെ. അരച്ചൊന്ന് വയ്ക്കാം. ഇത് കഴിയുമ്പോഴത്തേന് രസവും വയ്ക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ കൊടുക്കും. കറിയെല്ലാം റെഡിയായി. ഇനി രസം മാത്രം വെച്ചാൽ മതി. അപ്പോൾ രസം ഉണക്കമീൻ കറിയും പിന്നെ ഞങ്ങൾക്ക് ഇന്നലത്തെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഇല്ല, വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയുടെ വയ്ക്കണം. ഞാൻ എടുക്കുന്നില്ല വീഡിയോ. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയുണ്ട്. പിന്നെ എന്തൊക്കെയോ ഇരിപ്പുണ്ട് ഫ്രിഡ്ജിൽ. അച്ചാറ്, പച്ചടി, അത് ഇതൊക്കെ ഇരിക്കും. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. ഇത്രയും ഞായറാഴ്ചത്തെ ഒരു ഭയങ്കര ഊണായിരിക്കും. അത് കഴിയുമ്പോൾ പിന്നെ വൈകുന്നേരം അത് വൃത്തിയാക്കണമെന്നും പറഞ്ഞ് കുറച്ച് ദിവസം കൊണ്ട് എന്നോട് ഇപ്പം ഞാനങ്ങ് ഒഴിഞ്ഞു മാറും. എനിക്കങ്ങ് ഒരു മടിയൊക്കെ ഇട്ടു. ആരും വിളിച്ച് ആരും വന്നില്ല. അപ്പോൾ ഇന്ന് വൈകിട്ടത്തെ ക്ലീനിങ് കൂടെ ആയി കഴിയുമ്പോൾ ഇന്നൊരു സൺഡേ കഴിഞ്ഞു കിട്ടും. ഉപ്പ് പുളി എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് രസം വയ്ക്കാം. ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി നമുക്ക് ലാസ്റ്റിൽ ഇതേപോലെ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഓഫ് ചെയ്യാം. കറിവേപ്പില ഇടുന്ന കൂട്ടത്തിൽ. ഇപ്പോൾ രസം ഉണ്ടാക്കാനുള്ള ഐറ്റംസ് എല്ലാം നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. തക്കാളി രസമാണ് വെക്കുന്നത്. നമ്മുടെ തക്കാളിയും കുരുമുളകും എല്ലാം കൂടെ ഉള്ള നമ്മുടെ രസം. പിന്നെ ഞാൻ എൻ്റെ അടുക്കളയൊക്കെ ഒന്ന് എല്ലാം പ്ലാസ്റ്റിക് വിമുക്തമാക്കാൻ പോകും. അത് കാരണം അതിനുള്ള മുന്നോടിയായിട്ട് കുറച്ചെല്ലാം ഇതുപോലത്തെ ഇതൊക്കെ സാധനങ്ങളൊക്കെ ഗ്ലാസ് കുപ്പിയിലോട്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഒരുക്കമാണ്. എല്ലാം ഒന്നിച്ച് പറ്റത്തില്ലല്ലോ, നമ്മൾ പെട്ടെന്നെല്ലാം ഗ്ലാസ് കുപ്പിയിലാക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ഇതുപോലെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് എനിക്കിപ്പം ഇതാണുള്ളത് രസം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇതുപോലൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു. ഇനി അതിന് ശേഷം അതിനകത്തോട്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ അതിനകത്തോട്ട് ഇടാൻ പോകുന്നത് ചതച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളി, ഒരു പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒരു പച്ചമുളക് കൂടെ കുറച്ചിട്ട് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ അങ്ങനെ കിട്ടുന്നുള്ളൂ. എല്ലാവരെയും ഇതിലൊന്ന് നോക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി വെക്കും. ഒരുപാട് ഡ്രൈ ആവണ്ട, ഒരുപാടങ്ങ് വറുത്ത പോലെ ആവണ്ട. ഞാൻ ഇതുപോലെ തക്കാളിയല്ല, ഇതിപ്പോൾ എന്താ പറയണ്ടേ, തൊലി കളഞ്ഞാണ് ഞാൻ ഇട്ടുന്നത്. നമ്മൾ തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് തൊലി കളഞ്ഞെടുക്കാം. എല്ലാ കറിക്കും ഇങ്ങനെ തന്നെയാണ് ഇപ്പോൾ തക്കാളി. അപ്പോൾ ഇതിൻ്റെ അപ്പോൾ ഇങ്ങനെ നമ്മൾ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല. നമ്മൾ കഴിക്കുന്നതുകൊണ്ട് അതുകൂടെ ഇട്ട് ഒന്ന് വഴറ്റി വെക്കാം. ഇതിനകത്തോട്ട് ഇച്ചിരി കായ വേണ്ടി, കായ പൊടിയില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കായം കുറച്ച് അത്രയും മതി. ഇത്രയും കായാണ് അരിഞ്ഞോളൂ. അതുപോലെ അങ്ങ് ഇതായിക്കോളും. ഇനി ഇതിനകത്തോട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പുളിക്കകത്ത് ഞാൻ കുറച്ച് ഉപ്പിട്ട് വെച്ചിരിക്കുമായിരുന്നു. അത് കാരണം തന്നെ നമ്മളിപ്പൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ, അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോയ കൊള്ളത്തില്ല. തിളച്ച് വരട്ടെ. അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇത്തിരി വെള്ളം കൂടി ഒഴിക്കും. രസം നല്ല കുറുകിയിരിക്കരുതല്ലോ. ഇനി നമ്മൾ ഇങ്ങനെ പലതരത്തിൽ രസം വയ്ക്കും. മുതിര രസം വയ്ക്കാം. പിന്നെ അതുപോലെ തന്നെ ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം.
പിന്നെ തൊമര വെച്ചിട്ട് തൊമര വേവിച്ച വെള്ളത്തിൽ രസം വയ്ക്കാം. അങ്ങനെ ഇതിപ്പോൾ ഒരു നമ്മുടെ നോർമൽ നല്ല ഒരു സാധാരണ ടേസ്റ്റുള്ള രസം. അപ്പോൾ ഇത് ഇനി തിളച്ച് വരട്ടെ. നമ്മുടെ രസം തിളച്ച് രസം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചൂട് ചോറിലോട്ട് ഒഴിച്ച് അങ്ങ് കഴിച്ചാൽ മതി. കഴിക്കുകയോ നമുക്ക് രസം ചൂടോടെ കുടിക്കുകയോ ഒക്കെ ചെയ്യും. മഴയത്ത് ഇങ്ങനെ മഴയൊക്കെ കണ്ട് രസമൊക്കെ കുടിച്ചുകൊണ്ട് ചൂട് രസമൊക്കെ കഴിച്ച് ഇരിക്കും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എന്ത് കറി വയ്ക്കാൻ വന്നപ്പോൾ ഒരു ടെൻഷൻ ഉള്ളപ്പം സാധാരണ നമ്മളെപ്പോലെ എല്ലാവരും ഓടിച്ചെന്ന് വയ്ക്കുന്ന ഒന്നാണ് രസം. അത് എളുപ്പമൊക്കെയാണ്, പക്ഷേങ്കിൽ അത് അത്രയ്ക്കും ഒരു ഗ്രേറ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. മണം. പക്ഷേ എനിക്ക് കുറച്ച് മല്ലിയില ഇല്ലായിരുന്നു. മല്ലിയില ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മല്ലിയില ഇടാം. മല്ലിയില ഉണ്ട് തീർന്നു പോയി, അല്ലെങ്കിൽ ഒത്തിരി മല്ലിയിലയൊക്കെ ഇട്ടായിരുന്നു ഒന്നുകൂടെ ഒരു മണവും രുചിയൊക്കെ ആയിരുന്നു. മല്ലിയില ഇടാനാണ് രസത്തിന്. രസം പിന്നെ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ വേണ്ട, ഇടണ്ട. എന്തേപോലെ കറിവേപ്പില മാത്രം ഇട്ടാൽ. അപ്പോൾ നമ്മുടെ രസം ഇങ്ങനെ തിളച്ച് മണമൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. എനിക്കിവിടെ ചോറ് കഴിക്കാൻ തോന്നുകയും ചെയ്തു, വിശക്കുകയും ചെയ്തു. അപ്പോൾ തീ ഓഫ് ചെയ്യാം, അടച്ച് വയ്ക്കണം രസം ഉണ്ടാക്കിയിട്ട് കുറച്ച് നേരത്തേക്ക്. മണമൊന്നും പോവാതെ നമുക്കിതങ്ങോട്ട് അടച്ചങ്ങോട്ട് വയ്ക്കാം. അടുത്ത സ്പെഷ്യലൂടെ ഞാൻ കാണിച്ചേക്കാം. ഇത് വളരെ വളരെ സ്പെഷ്യലാണ്. കാരണം ചക്കക്കുരു ചക്കക്കുരു മുരിങ്ങയ്ക്കും കൂടെ തോരൻ. ചക്കക്കുരു തീർന്നു. ഈ സീസണിലെ മീൻ കിട്ടാൻ വഴിയില്ലല്ലോ. അപ്പോൾ പിന്നെ നമുക്കിത് വളരെ സ്പെഷ്യലായതുകൊണ്ട് നമ്മുടെ ചക്കക്കുരു മുരിങ്ങയ്ക്ക തോരനുമുണ്ട്, രസമുണ്ട്. അതാണ് ഇന്നത്തെ നമ്മുടെ ചോറ്. അപ്പോൾ ഞങ്ങളുടെ ഒരു സൺഡേ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോവാണ്. ഇവിടെ കിളച്ച് മറിച്ച് ഒരു ഹലോ പറഞ്ഞിട്ട് ക്ഷീണിച്ചിട്ടാണ് കേട്ടോ. അതാണ് ഇങ്ങനെ ആയിപ്പോയത്. സൺഡേ വൈകുന്നേരമൊക്കെ ആയി. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ രസമൊക്കെ വെച്ചിട്ടുണ്ട്. വൈകുന്നേരത്തെ ആൾക്കാരെയൊക്കെ കാണുന്നില്ല, അവരൊന്നും ഹെൽപ്പ് ചെയ്യുന്നില്ല. ഞാനിവിടെ ഒന്ന് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാതെ ഭാഗമൊക്കെ എടുത്ത് കഷ്ടപ്പെടുക. ഇത്രയൊക്കെ ഏരിയ ഒക്കെ ഉണ്ട് നമ്മളിവിടെ. കുറച്ച് മഞ്ഞൾ നട്ടിട്ടുണ്ട്, ഒരു കുഞ്ഞ് തുളസിയുണ്ട്, പിന്നെ ഈ ഭയങ്കര ഭംഗിയുള്ള പൂ. അതിൻ്റെ പൂവിൻ്റെ പേര് എനിക്കറിയത്തില്ലേലും കണ്ടില്ലേ പൂവൊക്കെ. അപ്പോൾ ഇങ്ങനെ നല്ല ഭംഗിയുള്ള സീനറിയൊക്കെ ഉണ്ട്. ഇത്ര പൊക്കത്തിലാ പുല്ല് വളർന്നു നിൽക്കുന്നത്. അയ്യോ, ഞായറാഴ്ച ഒരു അവധിയുള്ള ദിവസം ഇങ്ങനെ കിളയല്ലാണ്. ഇതാണ് ഞങ്ങളുടെ ഒരു രീതി. പിന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടണമെന്നാ ഒരാഗ്രഹം. പിന്നെ നമ്മുടെ ക്യാബേജ് ഒന്ന് കാണിച്ചേ. ക്യാബേജ് എവിടെ? കണ്ടാൽ തോന്നും വേറെ എവിടെയെങ്കിലും പോലെ ഭയങ്കര, കാരണം ഇത്രയ്ക്ക് പുല്ലായിരുന്നു. അങ്ങനെ വേറെ ഉപകരണങ്ങളില്ലാഞ്ഞുകൊണ്ടാണ് ഞങ്ങളിതിങ്ങനെ താമസിപ്പിച്ചത്. മുട്ടായിയെ കാണുന്നുമില്ല. ക്ലീനിങ് കഴിഞ്ഞപ്പോൾ കണ്ടോ ഞങ്ങളുടെ കുഞ്ഞ് ക്യാബേജ് റെഡി ആയിരുന്നു. മൊത്തം കിച്ചൊന്നുമല്ല ക്ലീൻ ചെയ്ത്, ബാക്കി ഞാനായിരുന്നു. നമ്മുടെ ക്യാബേജ് കണ്ടോ, ക്യാബേജ്. മുട്ടായി ക്യാബേജ് എവിടെയെന്ന് കാണിക്കും മുട്ടായി. അങ്ങനെ സൺഡേ എല്ലാം കഴിഞ്ഞ് ഇനി ചായ ഉണ്ടാക്കുക. ചായക്ക് പ്രത്യേകിച്ച് ഞാനൊന്നും സ്നാക്സ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ചായ മാത്രമേ കളിയാക്കുന്നു. അപ്പോൾ ചായ ഇട്ടേച്ച് ചായ എല്ലാം കുടിച്ചിട്ട് നമുക്ക് കാണാം. ക്ലീനിങ് കഴിഞ്ഞ് കൈ മുറിഞ്ഞുകൊണ്ട് കുറച്ച് കഷ്ടത്തിലാണ്. ഇവരെല്ലാവരും ഉണ്ട്, ഞങ്ങൾ ചായ കുടിക്കുന്നവർ. കുടിച്ചോണ്ട് കണ്ട ചായയൊക്കെ ഇങ്ങനെ ഇരിക്കുക. കിച്ചന് ചമ്മൽ വരുന്നു. കിച്ചു ആദ്യമായിട്ടാണ് ഇങ്ങനെ വ്ളോഗിലിരിക്കുന്നത്, അതുകൊണ്ടായി. അപ്പം ഞങ്ങളുടെ സൺഡേ ഇങ്ങനെ അവസാനം ചായ കുടിയിലൊക്കെ ഇരിക്കുക. എന്നാൽ ചായ കുടിച്ചു. ഗ്ലാസ്സൊക്കെ അവൻ്റെ ചായ അവിടെ. മുട്ടായി ചായ കുടിക്കത്തില്ല, മുട്ടായിക്ക് പാൽ അലർജിയുമാണ്, ചായ കുടിക്കത്തുമില്ല. അങ്ങനെ മുട്ടായി ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. രണ്ടുപേര് വരുന്നുണ്ട്. പാപ്പ ഓടിവാ. കിച്ചന് ഭയങ്കര ചമ്മൽ വരുന്നു, കാരണം ആദ്യമായിട്ടാണ് ഇതിനകത്ത്. എപ്പോഴും പറയും അമ്മയ്ക്ക് എന്താ അമ്മയിങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ എന്ന് പറയും. അതെന്താ തല്ലി കുറച്ചിടല്ലേ കുഞ്ഞിങ്ങി വാ, അമ്മയുടെ അടുത്ത രണ്ടുപേര് വേണ്ടി. കൊച്ചു മാലയൊക്കെ ഉണ്ട്, മുട്ടായിയുടെ പുതിയ മാല നോക്കാം. രണ്ടുപേരുടെ മാലയൊക്കെ നോക്കിയിട്ട് മടി കയറി ഇരിക്കണം. മുട്ടായിക്ക് മടി ഇരിക്കണം. മുട്ടായി ഒന്ന് കാണില്ല, കുഞ്ഞിനെ. ശരി.
കഴിക്കാൻ പോകും. കിച്ചുവിൻ്റെ ആകെയുള്ളൊരു ഹോളിഡേ ആഘോഷിക്കുവാൻ. ഇപ്പം ഞങ്ങളുടെ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ് ഇങ്ങനെ ട്രെയിൻ വന്നു കണ്ടുകൊണ്ടിരിക്കുക. വേണ്ടില്ലേ, അങ്ങനെ ഒരു ഞായറാഴ്ച ദിവസമാണ് അവസാനിച്ചുകൊണ്ടിരിക്കുന്നത് കിച്ചുവിൻ്റെ ആകെയുള്ളൊരു ഹോളിഡേ. ഇല്ലോ അതെ, സേലം ഏത് ട്രെയിനാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞു ഫാമിലി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ. അതുപോലെ എല്ലാവരും സുഖമായിട്ടിരിക്കുക. അതുപോലെ താങ്ക് യു ഫോർ വാച്ചിങ്. കിച്ചു ആദ്യമായിട്ട് വന്ന ഫാമിലി വ്ളോഗാണ്. അപ്പോൾ ഞങ്ങൾ ഇനിയും കാണാം. ഇന്ന് അവധിയായിരുന്നു, അതുകൊണ്ടായിരിക്കും, തിരക്കായതുകൊണ്ടായിരിക്കാണ് ഒരിക്കലും ഇങ്ങനെ ബ്ലോഗിലൊന്നും വരാൻ പറ്റത്തില്ല. സാറ്റർഡേ ഒക്കെ വർക്കിങ്ങാണ്, അതുകൊണ്ട് ഒറ്റ ദിവസം കിട്ടും. താങ്ക് യു ഫോർ വാച്ചിങ്.